കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും പ്രഭാതവന്ദനം. ശനിയാഴ്ച അർദ്ധരാത്രി, അതായത് 16-ാം തീയതി നമ്മുടെ കൃഷ്ണന്റെ ജന്മാഷ്ടമിയാണ്. എല്ലാവരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഞാനെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ട് എനിക്കിവിടെ 10:30 വരാൻ സാധിച്ച്. എല്ലാവരും നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഈ ഭാദ്രപദ മാസത്തിലെ അഷ്ടമി തിഥിയിലാണ് ഉണ്ടായത്. ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച്, നമ്മുടെ കേരളത്തില് സോളാർ കലണ്ടർ അനുസരിച്ച് വരുന്ന മാസമാണ് ജന്മാഷ്ടമി. അപ്പൊ നമുക്ക് 2 ജന്മാഷ്ടമി ആഘോഷിക്കണം. നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ജന്മാഷ്ടമി മറ്റന്നാള് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഹരേ കൃഷ്ണ. അതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും, അതുപോലെ നോർത്ത് ഇന്ത്യയിലും മഹാ അവതാർ നരസിംഹ സിനിമ നടക്കുകയാണ്. എല്ലാവരും പോയി കാണണം. നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണണം. നമ്മുടെ പ്രഹ്ലാദന്റെ ഭക്തി എല്ലാവരും തിരിച്ചറിയണം. ആ പ്രഹ്ലാദനെ പോലെ ഭക്തിയാകുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും. ആരും വേണ്ട, നമുക്ക് നമ്മുടെ ഈ കാണുന്ന എല്ലാം മായയാണ്. നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോകും. പക്ഷെ ഭഗവാൻ നമ്മളെ ഇട്ടിട്ട് പോവുകയില്ല. ധ്രുവനെ, അതുപോലെ പ്രഹ്ലാദനെ ഒക്കെ ആ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ പോലും കടലിലെറിഞ്ഞിട്ട്, തീയിലെറിഞ്ഞിട്ട്, കാട്ടാനയുടെ മുമ്പിലിട്ടിട്ട് എല്ലാം ഭഗവാൻ രക്ഷിക്കാൻ വന്നു. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ഭഗവാനെ വിളിക്കേണ്ടത്. നമ്മൾ എന്താ പറയുക, ആ ഗോപികമാരുടെ ഭക്തി പോലെ അകമഴിഞ്ഞു ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ. എല്ലാവരും ജന്മാഷ്ടമി ഭാദ്രപദ മാസത്തിൽ അതും ആഘോഷിക്കുക. നമ്മുടെ കേരളത്തിലുള്ളവര് വരുന്ന മാസവും ആഘോഷിക്കുക. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ.